ഞാന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ആകർഷനായി. അവിടെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ കടന്നുപോയി. ഞാൻ നിരീശ്വരവാദിയായി മാറുകയാണ്. कॉलेज में पढ़ाई करते हैं तो कोई परमेश्वर को विश्वास नहीं किया, आप बुरा नहीं मानेंगे तो आप नौकरी करते वक्त ईमानदारी से करते थे कि कैसा आपका चाल चलन कैसा? അതെ, ഞാൻ കോളേജിന് ശേഷം എനിക്ക് പോലീസിൽ ജോലി ലഭിക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ ഞാനൊരു നാമധായ ക്രിസ്ത്യാനിയായി ജീവിച്ചു വരികയായിരുന്നു. ആ സമയം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിവാഹിതനായതിന് ശേഷമാണ് എന്റെ ഭാര്യയുടെ മാതാവാകി ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നിടയായിരുന്നു. ആ സമയത്ത് ആണ് യാദൃശ്ചികമായി ദൈവത്തിന്റെ ഉദ്ദേശത്താലാണ് ഞങ്ങൾ ബൈബിൾ വായിക്കാനിടയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിക്കുകയും അതിനനുബന്ധിച്ച പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് യേശു വ്യക്തമായി എന്നോട് സംസാരിച്ചു. ഇന്ന് നീ മരിച്ച നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? इनकी पत्नी का यीशु मसीह को स्वीकार किया तो ये बड़ा गुस्सा हो गया और मैं इनको वापस लाऊंगा। ये तो नाम लेके मसीह आने में विश्वास नहीं था। तब इन्होंने पास्टर को हटाने के लिए बाइबल पढ़ना शुरू किया। जब बाइबल पढ़ना शुरू किया इनको समझ गया एक जिंदा परमेश्वर है और एक न्याय का दिन है। अगर पाप करेगा ये बताते हैं जब नौकरी में